ബാങ്കായ്. ബ്ലീച്ച് സീരീസിലെ സോൾ റീപ്പേഴ്സിന്റെ സംബക്ടോ അഥവാ സോഡ് സ്പിരിറ്റിന്റെ സെക്കൻഡ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് ബാങ്കായ്. പക്ഷേ എന്താണ് ശരിക്കും ബാങ്കായ് ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പവർഫുൾ? ബാങ്കായെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു സോൾ റീപ്പർ തന്റെ സംബക്ടോ അഥവാ സോഡിനെ റിയൽ വേൾഡിൽ വന്ന് മെറ്റീരിയലൈസ് ചെയ്യുകയും മാസ്റ്റർ ചെയ്യുകയും ചെയ്യണം. എന്നാൽ ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വർഷങ്ങളോളം നീളുന്ന ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. സംബക്ടോയുടെ സെക്കൻഡ് ആൻഡ് ഫൈനൽ റിലീസ് സ്റ്റേജ് ആണ് ബാങ്കായ്. ഇത് വന്ന് സോൾ റീപ്പേഴ്സിന്റെ നോർമൽ പവേഴ്സിന്റെ 5 to 10 ടൈംസ് വർദ്ധിപ്പിക്കും. സോൾ റീപ്പേഴ്സിന്റെ സോൾസിനനുസരിച്ച് ഓരോ ബാങ്കായും യൂണിക് ആയിരിക്കും. ബാങ്കായ് എന്നത് ശരിക്കും വെറും റോ പവേഴ്സ് മാത്രമല്ല, ഇത് യൂസറിന് പല വിധത്തിലുള്ള പുതിയ എബിലിറ്റീസ് നൽകും. ലൈക്ക് നമ്മുടെ ബാക്കുഗായുടെ പെറ്റൽ സ്റ്റോമും കിറ്റ്സുഗായയുടെ ഐസ് മാനിപ്പുലേഷൻ ഒക്കെ പോലെ. ബ്ലീച്ച് യൂണിവേഴ്സിൽ ബാങ്കായെ മാസ്റ്റർ ചെയ്യുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം പല യൂസേഴ്സും അവരുടെ ബാങ്കായെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സെൽഫ് ഇൻജോർഡ് ആയിട്ടുണ്ട്. ബ്ലീച്ച് യൂണിവേഴ്സിൽ ബാങ്കായ് എന്നത് വെറും ഒരു സ്പിരിച്വൽ വെപ്പൺ അല്ല, പകരം ഇതൊരു സോൾ റീപ്പറിന്റെ ഗ്രോത്തും വിൽ പവറും അതുപോലെ തന്നെ സംബക്ടോയുമായിട്ടുള്ള ബോണ്ടിനെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ബ്ലീച്ച് സീരീസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബാങ്കായ് ഏതാണെന്ന് കമന്റിലൂടെ പറയൂ. ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.